സിവിൽ സർവീസ് അക്കാഡമിയെ കുറിച്ച് 2 വാക്ക് എനിക്ക് പറയണം. ആദ്യത്തേത്, ഞാൻ അക്കാഡമിയിലോട്ട് ആദ്യം പോകുന്നത് നമ്മുടെ ഒരു ഓറിയൻറ്റേഷൻ സെഷനാണ്. മോക്ക് ഇൻ്റർവ്യൂസിനൊക്കെ മുന്നേ ഉള്ളൊരു സെഷൻ. അപ്പോൾ നമ്മുടെ ഇഷിത മാമും അഞ്ജു മാമും ഒരു സാറുണ്ട്, ഫരാജ് സാറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു കോർണറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇഷിത മാം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് പറയുണ്ടായി. അതിൽ ഒന്നെന്ന് പറയുന്നത്, ടേക്ക് ഇൻ്റർവ്യൂ ആസ് ജസ്റ്റ് എ കോൺവെർസേഷൻ. You are going for a conversation with the board members. Take it in that spirit and take it to your head that you will enjoy every moment of it. അന്ന് ഞാൻ അത് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ്. ഏതൊരു മോക്കിന് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. യഥാർത്ഥ പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോയപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. അകത്തോട്ട് കയറിയപ്പോൾ മുതൽ ഐ ഇമാജിൻ മൈസെൽഫ് ആസ് എ ഓഫീസർ ആൻഡ് ഐ വാസ് ടെല്ലിങ് മൈസെൽഫ്, ഇത് ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറച്ച് സീനിയർ കൊളീഗ്സിനെ മീറ്റ് ചെയ്യാൻ പോകുവാണ്. അപ്പോൾ ഐ ആം ഗോയിങ് ടു മേക്ക് ദിസ് മെമ്മറബിൾ എക്സ്പീരിയൻസ് നോട്ട് ഫോർ മീ ബട്ട് ഫോർ ദെം ഓൾസോ. അപ്പം വളരെ കോൺഫിഡൻസോടെ എനിക്ക് കയറി പോകാൻ പറ്റി. അനുരാധ മാമിൻ്റെ ബോർഡായിരുന്നു. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഇൻ്റർവ്യൂ പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ജോക്ക് അടിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ ഞാൻ മാക്സിമം യൂസ് ചെയ്തു. ആൻഡ് ഇൻ്റർവ്യൂ തീരാറായെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീജ, ദാറ്റ്സ് ഇറ്റ്, യുവർ ഇൻ്റർവ്യൂ ഇസ് ഓവർ. ആൻഡ് ഐ റിയലി ഫെൽ സാഡ് ദാറ്റ് ഇൻ്റർവ്യൂ പെട്ടെന്ന് തീർന്നു പോയതുപോലെ എനിക്ക് തോന്നി. ആൻഡ് എഴുന്നേൽക്കുമ്പോഴും വളരെ സ്മൈലിങ്ങോടെയായിരുന്നു എല്ലാവരും എനിക്ക് അവിടെ നിന്ന് ഞാൻ ഇറങ്ങുന്നത് പോലും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മാമിൻ്റെ അഡ്വൈസ് ശരിക്കും അത് ഞാൻ അതുപോലെ ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് 209 ആണ് എൻ്റെ മാർക്ക്. ഇത്രയും വലിയ മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കാരണം എൻ്റെ സ്വന്തം പിയേഴ്സിനെ അറിയാം, ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് വളരെ മോശമായിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന കാര്യം ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി ലെന്തി ആയപ്പം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഡ്വൈസ് എനിക്ക് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് മാം. പിന്നെ ഞാൻ ഒരു 1-to-1 എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് അക്കാഡമി, നമ്മുടെ ജയകൃഷ്ണ സാറിൻ്റെ കൂടെ. അത് അന്ന് ഞാൻ വളരെ മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചല്ല നല്ല വിഷമം തോന്നി, ഇതെന്നെ കൊണ്ട് നടക്കുന്ന പണിയാണോ എന്നൊക്കെ. പക്ഷേ അവിടെ ഞാൻ മോക്ക് ഇൻ്റർവ്യൂവിന് നമ്മുടെ അഞ്ജന മാമായിരുന്നു ചെയർ. അപ്പോൾ ഞാൻ കയറിപ്പോയി. ഒരു ബേജ് കളർ, ഇച്ചിരി ഒരു ഡാർക്ക് ബേജ് കളർ പോലത്തെ ഒരു സാരി ആയിരുന്നു ഞാൻ ഉടുത്തിരുന്നത്. അപ്പം ഒരു കോൺവെർസേഷൻ പോലെ ആയിരുന്നു. പോയി മാം അബ്രപ്റ്റായിട്ട് അത് എൻഡ് ചെയ്യുമായിരുന്നു. എന്നിട്ട് മാം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, തുടങ്ങുന്ന ഈ കാര്യം പറയണം. ആദ്യം മാം എൻ്റെ അടുത്ത്, ഞാൻ കയറിപ്പോയപ്പോൾ ഞാൻ ഒത്തിരി ചിരിച്ചുകൊണ്ട് കയറിപ്പോയത്. അപ്പം മാം പറഞ്ഞു, യു ആർ റേഡിയേറ്റിംഗ് സോ മച്ച് ഓഫ് എനർജി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയി. പിന്നെ അതൊരു കോൺവെർസേഷൻ പോലെ പോയി. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഫീഡ്ബാക്ക് തന്നപ്പം മാം ഫുൾ കോൺഫിഡൻസോടെ പറഞ്ഞു, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു ദ ലിസ്റ്റ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പത്രത്തിൽ നോക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് മാം പറഞ്ഞു, ശ്രീജയുടെ മോക്ക് ഇൻ്റർവ്യൂവിൽ വെയർ ചെയ്ത സാരിയുടെ കളർ എനർജി മാച്ച് ചെയ്യുന്നില്ല, അപ്പോൾ കളറൊന്ന് മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഷെയ്ഡ് പോലെ നോക്കണമെന്ന് പറഞ്ഞു. ആൻഡ് മാം, ഞാൻ എൻ്റെ യഥാർത്ഥ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും ഐ വാസ് വെയറിങ് ലൈം ഗ്രീൻ കളർ സാരി. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ആ സാരി ഉടുക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത എനർജി ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ്റർവ്യൂ നന്നായിട്ട് പോയി. സോ താങ്ക് യു ഫോർ ദാറ്റ് സജഷൻ ഓൾസോ. ആൻഡ്